ഹലോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചേന ഫ്രൈ റെസിപ്പി നോക്കാം. അപ്പോൾ 200 ഗ്രാം ചേന ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം, കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കുക്കറിൽ വേവിക്കരുത്, ഒരുപാട് കുഴഞ്ഞു പോകും. അപ്പോൾ വെന്ത ചേന നമുക്ക് പിന്നെ ഊറ്റി മാറ്റണം. വെള്ളത്തിൽ നിന്ന് അരിച്ച് മാറ്റി വെക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കുറച്ച് വെളുത്തുള്ളി, തൊലി കളയുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം. 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി. മഞ്ഞപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മതി. മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ചേന ഫ്രൈ ചെയ്യണം. സോ ഹെൽത്തി ആസ്പെക്റ്റ് ജനാല വഴി കാറ്റത്ത് പറന്നു പോകുന്ന കണ്ടായിരുന്നല്ലോ അല്ലേ? ഹെൽത്തി അല്ല, വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ വറുത്തെടുത്ത ചേന മാറ്റി വെക്കുക. നന്നായിട്ട് വേവിച്ച ശേഷം വറുക്കുക, അല്ലെങ്കിൽ കല്ലിച്ചു പോവും. പിന്നെ നമ്മൾ ചേന വേവിച്ച അതേ പാത്രം തന്നെ ഞാൻ കഴുകിയെടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു, കടുക് പൊട്ടിക്കുന്നില്ല. നമ്മൾ ചതച്ച് വെച്ച മസാല ഇട്ട് ഉപ്പ് ഇട്ട ശേഷം, മസാലയിൽ ഉപ്പിട്ട ശേഷം ചേന ഇട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചേന ഫ്രൈ അല്ലെങ്കിൽ ചേന റോസ്റ്റ് ഒക്കെ കഴിക്കാം. നല്ല പുളിശ്ശേരിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ. ട്രൈ ചെയ്ത് നോക്കുക.